നമസ്കാരം, എല്ലാവർക്കും ദിത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന സ്റ്റോർ കീപ്പർ, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, അറ്റൻഡർ ഗ്രേഡ് 2, സെയിൽസ്മാൻ ഗ്രേഡ് 2 ഉൾപ്പെടെ ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ മിക്ക ചോദ്യങ്ങളും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ വേഗത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ അതിരപ്പള്ളിയാണ്. ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിരപ്പള്ളി. രണ്ടാമത്തെ ചോദ്യം, കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? ആൻസർ നൈജീരിയയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിസഭയുടെ ആനുവൽ റിപ്പോർട്ട് പ്രകാരം ഏത് വർഷം 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് നൈജീരിയ പൗരന്മാരെയാണ്. 2 ചോദ്യങ്ങൾ പഠിച്ചല്ലോ. 3 ഇമ്പോർട്ടന്റ് ആണ്. സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മസ്തിഷ്ക ഭിന്നശേഷി വിഭാഗക്കാർക്കായിട്ട് നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് നിരാമയ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മസ്തിഷ്ക ഭിന്നശേഷി. ഡിസബിലിറ്റി എവിടെയാണ്? മസ്തിഷ്കം. പ്രത്യേകിച്ച് അവർക്കായിട്ട് നടപ്പാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആരൊക്കെ ചേർന്ന്? സാമൂഹ്യനീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും ചേർന്നിട്ട് നടത്തുന്നതാണ് നിരാമയ പദ്ധതി. അടുത്തത്, സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് 2025 കറണ്ട് അഫയർ ആണ്. തൃശൂർ ജില്ലയിലാണ് പാറളം. സംസ്ഥാനത്ത് പൂർണ്ണമായും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്താണ് പാറളം, തൃശൂർ ജില്ല. നെക്സ്റ്റ്, വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ. ഇതും ലേറ്റസ്റ്റ് ചോദ്യമാണ്. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യത്തെ ഗൾഫ് രാജ്യം ഏതാണ്? ഒമാൻ. അടുത്തത്, പുതുതായി കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് CGA പദവിയിൽ ചുമതല ഏറ്റെടുക്കുന്നത് TCA കല്യാണി. പുതുതായിട്ട്, അതായത് നിലവിലത്തെ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട് പദവിയിൽ ഇരിക്കുന്ന ആളാണ് TCA കല്യാണി. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. അടുത്തത്, 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഡൽഹിയാണ്. 2026 നടക്കാൻ പോകുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ന്യൂഡൽഹി. 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയുടെ പേരെന്താണ്? 2025 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച പിന്നോക്ക ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. നെക്സ്റ്റ്, അതായത് നമ്മുടെ രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ, പുതുതായിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? K. സോമപ്രസാദ് ആണ്. ആരാണ്? K. സോമപ്രസാദ്. അടുത്തത്, ഇന്ത്യ തായ്ലൻഡ് വേദിയായി നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യമാണ്. മൈത്രി എന്ന് പറയുന്നത് ഏത് സൈനികാഭ്യാസത്തിന്റെ സംയുക്തമായിട്ടുള്ള ഏത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള സൈനികാഭ്യാസമാണ് മൈത്രി എന്ന് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തായ്ലൻഡും ഇന്ത്യയും തമ്മിലുള്ള സൈനികാഭ്യാസത്തിന്റെ പേരാണ് മൈത്രി. അതിന്റെ 14th വേദി, അതായത് 14th ടൈമിലുള്ള വേദി എന്ന് പറയുന്നത് ഈ 2025 ഫെബ്രുവരി മാസമായിരുന്നു. അത് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. മേഘാലയാണ്. ഇന്ത്യ തായ്ലൻഡ് സൈനികാഭ്യാസമായ മൈത്രി 14ന്റെ വേദി ഏതായിരുന്നു? 2025 മേഘാലയ ആയിരുന്നു. ഈ ചോദ്യം, അതായത് WDS 2025 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന PSC ചോദ്യമായിരുന്നു. സുസ്ഥിര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെന്റ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉച്ചകോടി നടത്തിയിട്ടുണ്ടായിരുന്നു 2025. വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഉച്ചകോടി നടന്നത് എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. അത് ന്യൂഡൽഹിയിൽ, ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. മാർച്ച് 7 മുതൽ 9 വരെ ആയിരുന്നു ഈ ഒരു WSDSന്റെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ തീം എന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിനും കാലാവസ്ഥാ പരിഹാരങ്ങൾക്കും വേണ്ടിയുള്ള പങ്കാളിത്തങ്ങൾ എന്നുള്ളതാണ്. സുസ്ഥിര വികസനത്തിനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു എണ്ണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു
തീമും കൂടെ ഉണ്ടായിരുന്നു. സുസ്ഥിര വികസനത്തിനും കാലാവസ്ഥാ പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള പങ്കാളിത്തം എന്നുള്ളതായിരുന്നു ഇതിന്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത്. വെന്യൂ എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ എവിടെ വെച്ചിട്ടാണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഉച്ചകോടി നടന്നത് 2025 എന്നായിരുന്നു ചോദ്യം. ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു, സ്ഥലം ന്യൂഡൽഹിയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള എല്ലാ എക്സാംസിനും വേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.